പറഞ്ഞതുപോലെ CPM പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പ്രതിനിധികളെ അയച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബി ജയരാജ് CPM സഹയാത്രികൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ ബി ജയരാജ്, പാർട്ടി നടപടിയെടുത്തു, ശരി തന്നെ. പക്ഷേ അടുത്ത നിമിഷത്തിൽ തന്നെ ആ നടപടി നേരിട്ടയാൾ വന്ന് പറയുകയാണ്, എന്താണ് എനിക്കെതിരെ നടപടി ഉണ്ടാവാൻ കാരണം? ഞാനൊരു 5 പൈസ വാങ്ങിയിട്ടില്ല. പിന്നെ എനിക്കെതിരെയുള്ള പരാതി എന്താണ്? ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് പണം വാങ്ങിയെന്ന് പാർട്ടിയോട് ചോദിക്കുകയാണ് അയാൾ. എന്തൊരു പ്രതിസന്ധിയിലാണ് പാർട്ടി വന്ന് പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പരാതിയുമില്ല എന്ന് അടുത്ത ദിവസം വരെ പറഞ്ഞിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടുന്ന അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഘടകമാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോയത്. അപ്പോൾ ഇത് ആരെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ്? കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തുറന്നു പറയുവാൻ പാർട്ടി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? എന്തു മറയ്ക്കുവാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് പാർട്ടിയുടെ നടപടികളെല്ലാം സുതാര്യമാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു അഴിമതി ആരോപണം വന്നു. ഇതിപ്പോൾ അഴിമതി ആരോപണം വരുന്ന ആദ്യമായിട്ടൊന്നുമല്ല. 70 രൂപ ഓട്ടോറിക്ഷ കൂലി മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഓമനക്കുട്ടനെ പരസ്യ വിചാരണ നടത്തിയിട്ട് നാളെ കുറച്ചായതേ ഉള്ളൂ. അതിനുശേഷം വീണ ജോർജിന്റെ ഓഫീസിലേക്ക് നടന്ന അഖിൽ ജോർജും അഖിൽ മാത്യുവും തമ്മിലുള്ള വിഷയം, അങ്ങനെ ആ വിഷയം കുറെ കത്തിപ്പിടിച്ചു. അതിനുശേഷം മനസ്സിലായി ഇത് രണ്ടാളുകളാണെന്ന് മനസ്സിലായി. അതോടുകൂടി ആ വാദഗതി ഇല്ലാതെയായി. അതിനുശേഷം ഇപ്പോൾ വന്ന ആരോപണമാണ് PSC മെമ്പറാക്കാമെന്ന് പറഞ്ഞിട്ട് 24 ലക്ഷം രൂപ വാങ്ങി. ആ 24 ലക്ഷം രൂപ വാങ്ങിയത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് എന്ന് പറഞ്ഞു. അപ്പൊ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് കാരണമാണ് പാർട്ടി നടപടിയെടുത്തത്. പാർട്ടി നടപടിയെടുത്ത് ഇനി ഗവൺമെന്റ് തല അന്വേഷണം നടക്കും. നേരത്തെ ശ്രീജിത്ത് വാര്യർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പാർട്ടി അന്വേഷണത്തിൽ പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ട്, ഗവൺമെന്റിന്റേതായ രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ട്. എന്തായാലും ആ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുള്ള തന്നെയാണ് ഉറപ്പ്. പിന്നെ ഈ പറയുന്നതിനകത്ത് വാസ്തവം എന്താണ്, അയാളുടെ 2 സൈഡും നമ്മൾ കേൾക്കണ്ടേ. അതിനു മുമ്പ് പെട്ടെന്ന് നമുക്ക് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷനിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് ആരെങ്കിലും ചേർന്നിട്ട് ഇതിനകത്ത് തന്നെ ഉള്ളവർ തന്നെ, അതായത് പുറത്തുനിന്നുള്ള ആരും ആവണമെന്നില്ല, ചിലപ്പോൾ ഇതിനകത്തുള്ള ആളുകൾ തന്നെ, ചിലപ്പം ഒരാൾ വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെതിരെ ഉണ്ടായ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചുള്ളവരാവും. ഇതുപോലുള്ള പല പല ആരോപണങ്ങളും പല പാർട്ടിയിലുള്ള നേതാക്കളും. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കുന്ന കാര്യമൊന്നുമില്ല, അപ്പോഴേ നടപടിയെടുത്ത് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ടെന്നു കഴിഞ്ഞാൽ അന്നേരം പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. അതിന് എത്ര വലിയ നേതാവായാലും നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ചിലപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ സംശയത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതുണ്ടായിരിക്കും ആ ചെറുപ്പക്കാരനെ പുറത്താക്കിയത്. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ അങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഈ PSC മെമ്പർ ആവുന്നതിന് 24 ലക്ഷം രൂപ കോഴയെന്നൊക്കെ നടാടെയാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. അത് സർക്കാർ സംവിധാനമാണ്. അവിടെ മെമ്പർ ആവുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ആ മെമ്പർ ആവുന്നത് കൊണ്ട് എന്ത് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്? ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഇവരുടെ വരുമാനം എന്താണ്? ഇത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത് തമ്മിലൊരു ഡിസ്പാരിറ്റി ഉണ്ട്. ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ കാർ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റേതായ ഒരു പദവി കിട്ടുമായിരിക്കും എന്നുള്ളതല്ലാതെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ധാരാളം ഉള്ള ഒരു പോസ്റ്റ് ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പ്രസ്റ്റീജിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ കൈക്കൂലി ആരോപണം നടത്തിയവരും അല്ല, കൊടുക്കാവുന്ന ഏറ്റവരും വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവരൊക്കെ ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് അഴിമതി നിരോധന നിയമം അനുസരിച്ച്. അപ്പൊ അത്തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഗവൺമെന്റിന്റേതായ തലത്തിൽ മുന്നോട്ട് പോകും. താങ്കൾ പറയുന്ന പോലെ അല്ല, PSCയുടെ അംഗമെന്ന നിലയ്ക്ക് ശമ്പളവും ന്യായമായിട്ട് തന്നെ ഉള്ളതാണ്, ആനുകൂല്യങ്ങളും വേണ്ടത്ര ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് PSC അംഗം. ഇനി PSC അംഗത്തിന് വേണ്ടി അല്ല ജോലി കൊടുത്തത്, പണം കൊടുത്തത് ജോലി കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് കരുതുക. അങ്ങനെയും ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരണമില്ല. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ്. ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്ത് തന്നെ വന്നാലും പാർട്ടിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്, പാർട്ടിക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പാർട്ടി തുറന്നു പറയണം. അതല്ലാതെ അവിടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയരുത്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്താണ് കളങ്കമുണ്ടാക്കിയത്, എന്ത് സൽപ്പേരാണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം വ്യക്തമാക്കേണ്ടതാണ്. അതല്ലാതെ ഈ കാര്യത്തിൽ ഈ കോഴയെക്കുറിച്ച് ഒരാളുടെ വിശദീകരണം ചോദിക്കുക, അയാൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെളിയിൽ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് പുറത്താക്കുക. ആ ആൾ തന്നെ പറയുന്നു എന്നോട് വിശദീകരണം ചോദിച്ചത് ഈ 22 ലക്ഷം വാങ്ങിയതിനെ കുറിച്ചാണെന്ന്.
ഇതാണ് ആകെ കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറിക്കാൻ ഉള്ള എന്തൊക്കെയോ ഉണ്ട് പാർട്ടിക്കുള്ളിൽ. അത് വിഭാഗീയതയാണെങ്കിലും അങ്ങനെയാണ്. എന്തായാലും മറ്റൊരിടത്തു നിന്നും ഉയർന്നു വന്ന പരാതിയല്ല ഇത്. ഈ പരാതി ഉയർത്തിക്കൊണ്ട് വന്നത് കോഴിക്കോട് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം നേതാക്കളൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല എന്ന്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് തന്നെ ഉയർന്നു വന്ന കാര്യമാണ്. വെളിയിൽ ആരെങ്കിലും ഉയർത്തിവിട്ടതല്ല ഈ തീ. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. സാധാരണഗതിയിൽ ഇത് പുറത്തുനിന്ന് ആരും അറിയിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെ അത് മാധ്യമങ്ങൾക്ക് അതിന്റെ വാർത്ത കൃത്യമായിട്ട് കിട്ടുകയും അതിനുള്ള വാർത്താ സ്രോതസ്സുകളൊക്കെ മാധ്യമങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട്. എന്നിട്ടും പറയുന്നത് ഇരുമ്പ് മറയാണെന്നാണ്. യാതൊരു ഇരുമ്പ് മറയില്ല. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ക്രയവിക്രയങ്ങളെക്കുറിച്ച് എല്ലാം സോഷ്യൽ ഓഡിറ്റിങ്ങിന് എപ്പോഴും അതിപ്പോ ആരാണെങ്കിലും ശരി തന്നെ, ഇപ്പൊ സുരേന്ദ്രന്റെ കോഴ വിവാദമാണെങ്കിലും ശരി തന്നെ, ആരെന്ത് ചെയ്താലും അതിനെല്ലാം ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാഥമികമായ രീതിയിൽ അദ്ദേഹത്തിന് നടപടിയെടുത്തതിന് ശേഷം ഗവൺമെന്റ് തല അന്വേഷണം നടക്കും. ഗവൺമെന്റ് തല അന്വേഷണം സുതാര്യമായിട്ട് തന്നെ നടക്കും. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കൈക്കൂലി കൊടുത്തവരും കൈക്കൂലി വാങ്ങിയവരും എല്ലാം അഴിമതി നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതാണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സംശയലേശമന്യേ പാർട്ടി സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇപ്പൊ കോൺഗ്രസിലായിരുന്നെങ്കിലോ BJPയിലായിരുന്നെങ്കിലോ ഏതെങ്കിലും നേതാക്കന്മാരെ ഇതുപോലെ നടപടിയെടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. എന്നാൽ അവിടെയൊന്നും അഴിമതി നടക്കുന്നില്ലേ? ധാരാളം അഴിമതികൾ നടക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസും ഈ പറഞ്ഞ കണക്കല്ല NDAയും BJPയും ഒക്കെ. പക്ഷെ എന്നാൽ പോലും അവരെ എങ്ങും നടപടിയെടുക്കില്ല. പാർട്ടി അത് കൃത്യമായിട്ട് നടപടിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് പൊതുജനമർദ്ദത്തിൽ ചർച്ചയാവുന്ന കാര്യം. നമുക്ക് ഇതിനകത്ത് കള്ളത്തരം ഒന്നുമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഉപ്പ് തിന്നവരാണെങ്കിൽ വെള്ളം കുടിക്കട്ടെന്നേ. അതിനകത്ത് ആരെയും പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഒരു കാരണവശാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് എന്റേതും. കുറ്റം ചെയ്തിട്ടുള്ളവനാണ് ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. അല്ലാതെ